നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് എന്റെ മുത്തശ്ശി സൗപർണിയുടെ കയ്യിലിട്ട വളയാ. ഇത് കയ്യിൽ വെച്ച എപ്പോഴും ഞാൻ സൗപർണിയെ ഓർമ്മിച്ചു പോകും. എനിക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന നിന്നെ ഓർക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വള ഇവിടെ വെച്ചിട്ട് പോവാം. കുറച്ചു നാളത്തെ പരിചയം മാത്രമുള്ള ഒരാള് പിരിഞ്ഞു പോകുമ്പോ ഇങ്ങനെയൊക്കെ മനസ്സ് വിഷമിക്കോ? ഈ ആളിനോട് എനിക്കെന്താ ഇങ്ങനെ തോന്നാൻ? അല്ല, ഈ സന്ദീപ് എന്റെ ആരുമല്ല. അല്ല, ആരെങ്കിലും ആണോ? അല്ല കുമാരേട്ടാ, സന്ദീപ് നാട്ടിലേക്ക് പോയെന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാ. ആ നാഥന്റെ മോള് പറഞ്ഞു. അന്ന് അവൻ നിന്നെ വഴിയിലിട്ട് തല്ലിയെന്ന് പറഞ്ഞില്ലേ, അതിന്റെ പിറ്റേന്ന് അവനിവിടെ വന്നിരുന്നു. ഞാൻ എന്തൊക്കെയോ പരുഷമായിട്ട് തന്നെ അവനോട് സംസാരിച്ചു. ദേവൂട്ടിയാണെങ്കിൽ അവനോട് മിണ്ടിയില്ലെന്ന് മാത്രമല്ല, ആ വളയില്ലേ അത് അവന് നേരെ ഊരി എറിയുകയും ചെയ്തു. ദേവൂട്ടിയും നമ്മളൊക്കെ മിണ്ടാതെ പിണങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ അവൻ ഇവിടുന്ന് പോന്നെന്നാ അവൻ അവളോട് പറഞ്ഞത്. പക്ഷെ അത്രയ്ക്കൊന്നും അങ്ങോട്ട് കടുപ്പിക്കണ്ടായിരുന്നു കുമാരേട്ടാ. വേറെ പയ്യനെ കൊണ്ട് ദേവുട്ടിയെ കെട്ടിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞത് വേറെ പയ്യനെ കൊണ്ട് കെട്ടിക്കാനൊന്നുമല്ല, അവനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയാ. ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയുന്ന പോലായി. അതല്ല സുരേന്ദ്ര, ദേവൂട്ടിക്ക് വേറെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞതുകൊണ്ടൊന്നുമല്ല അവൻ പോയത്. അത് നമ്മൾ അവനെ അവഗണിച്ചത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ദേവൂട്ടി. മേലിൽ എന്റെ കൺമുന്നിൽ വന്നു പോകരുതെന്ന അവൾ അവനോട് സൂചിപ്പിച്ചേ. വേണ്ടായിരുന്നു, അവനെ അങ്ങനെ ഒഴിവാക്കണ്ടായിരുന്നു. ഞാനും അവനോട് പരുഷമായി സംസാരിച്ചു. അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ ചിന്തിക്കുമ്പോ അതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുക. ഞാനും അവനോട് മോശമായിട്ട് സംസാരിച്ചു. പക്ഷേ അന്ന് തന്നെ അവൻ അമ്പലത്തിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കണ്ടപ്പോ അവൻ അതിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായി. ഞാനത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. എന്തായാലും അവൻ അങ്ങനെ പോകുന്നൊരവസ്ഥ ഉണ്ടാക്കരുതായിരുന്നു. ഷർട്ടോ? ഇതെന്തിനാ? ശരിയാ, ഇത് സന്ദീപിന്റെ ഷർട്ട് തന്നെയാ. അന്ന് എന്നോട് വഴക്കിട്ടപ്പോഴും തല്ലിയപ്പോഴും അവനിട്ടിരുന്നത് ഈ ഷർട്ട് തന്നെയാ. അല്ല, ഇതിപ്പോ മോക്ക് എവിടെ നിന്ന് കിട്ടി? നദിയിൽ ഒഴുകി വരികയോ? അതെങ്ങനെ? അല്ല സുരേന്ദ്ര, എനിക്കൊരു സംശയം. അന്ന് രാത്രി നിനക്ക് തല്ല് കിട്ടുമ്പോ നീ സന്ദീപിന്റെ മുഖം വ്യക്തമായി കണ്ടിരുന്നോ? അല്ല, മുഖം അങ്ങനെ കണ്ടില്ല, പക്ഷെ ഈ ഷർട്ട് അത് വ്യക്തമായിട്ട് കണ്ടു കുമാരേട്ടാ. എന്ന് വെച്ചാ ആ നിന്നത് സന്ദീപ് തന്നെ ആകണമെന്നില്ല. സന്ദീപിന്റെ ശരീരപ്രകൃതിയുള്ള ഒരുവൻ ഈ ഷർട്ടുമിട്ട് നിന്നാലും മതി. അങ്ങനെ ചിന്തിച്ചോ?
അങ്ങനെ സംഭവിക്കാം. എങ്കിലും സംഭവിച്ചത് അങ്ങനെ തന്നെയെന്ന് ഞാൻ പറയും. കാരണം അവന്റെ സങ്കടവും വ്യസനമൊക്കെ അത്രയ്ക്ക് ആത്മാർത്ഥമായിരുന്നു. തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ സങ്കടപ്പെടുമായിരുന്നില്ല, അതുറപ്പാ. ശരിയായിരിക്കാം. അവന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടാവും, അവര് ചെയ്ത പണിയായിരിക്കാം. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. അവനോട് ശത്രുതയുള്ള ഒരുത്തൻ അവന്റെ വേഷം കെട്ടി എന്തിനാ സുരേന്ദ്രനെ തല്ലുന്നേ? അങ്ങനെ ചെയ്യുന്നതിലൂടെ സുരേന്ദ്രനെയും സന്ദീപിനെയും തമ്മിൽ പിണക്കാമെന്നല്ലാതെ സന്ദീപിന് എന്തെങ്കിലും ദോഷം വരാനുണ്ടോ? അതും ശരിയാ. പക്ഷേ അതിനും ഒരു ഉത്തരവില്ല കുമാരേട്ട. ദേവുട്ടി, ഒരു വാക്കും പറയാതെ ഈ കുട്ടി എങ്ങോട്ടാ പോയത്? അന്ന് നീ തലക്കടിച്ചു വിട്ടില്ലേ നിന്റെ ആ ചേച്ചിയുടെ അച്ഛൻ? അയാളുടെ കാര്യം നീ പിന്നെ തിരക്കിയോ? അയാളെ കൊല്ലാനൊന്നും അല്ലല്ലോ തല്ലിയത്. മറ്റവനിട്ടൊരു പണി കൊടുക്കാനുള്ള പരിപാടിയല്ലായിരുന്നു അത്. ആ ആള് തിരിച്ച് കടയിലൊക്കെ വരുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മറ്റവനോ? അവന് കൊടുത്ത പണി ഏറ്റോ? ഏറ്റല്ലോ. ചേച്ചി അവനെ ഗെറ്റ് ഔട്ട് അടിച്ച് പറഞ്ഞു വിട്ടു. നിരാശ ബാധിച്ചവൻ നാട്ടിലോട്ട് വണ്ടി കയറിയിട്ടുണ്ട്. ഇനി അവൻ ഇങ്ങോട്ട് വരുന്ന കാര്യം സംശയം. വന്നാലും ചേച്ചി അവൻ അടുപ്പിക്കത്തില്ല. അപ്പൊ കാര്യം സക്സസ്. ആ ചേച്ചി വന്നല്ലോ. ചേച്ചിയുടെ കാര്യം ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. അല്ല, ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച്, എനിക്ക് ചേച്ചിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇവനോട് പറയുമായിരുന്നു. എടാ, ഞാൻ പറഞ്ഞില്ലേ ദേവുട്ടി ചേച്ചി, ഇതാ എൻ്റെ ചേച്ചി. നീ പൊയ്ക്കോ. ശരിടാ.